ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ബന്ധമുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ എടുക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അതോടൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Breakthrough, completion, burden, integration, laziness, thunderbolt, letting go, possibilities, silence, slowing down, guidance, exhaustion, the creator, clinging to the past, mind, trust, inner voice, transformation. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കോംപ്രമൈസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന കോംപ്രമൈസ് ആണ്. ഒരു കോംപ്രമൈസ് ഒരു സ്ഥലത്ത് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ തണ്ടർബോൾട്ട് ആണ്. അപ്രതീക്ഷിതമായിട്ട് അവരുടെ ബന്ധത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ബ്രേക്ക് ത്രൂ വന്നിട്ടുണ്ട്. അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിട്ട് കാണാം. സ്ലോയിങ് ഡൗൺ ആണ്. ഒരു എഴഞ്ഞെഴഞ്ഞ് നീങ്ങുന്ന അവസ്ഥയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിട്ട് നമുക്കിവിടെ കാണിക്കുന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോംപ്രമൈസ് വന്നിരിക്കുന്നതുകൊണ്ട് അവിടെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കോംപ്രമൈസ് കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ വലിയ കാര്യമായിട്ടൊരു എനർജി മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് എന്തായാലും ഒരു സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം. ഇവിടെ വന്നിരിക്കുന്ന എനർജി തന്നെ ബ്രേക്ക് ത്രൂ ആണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും തണ്ടർബോൾട്ട് ആണ്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയ ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സിന്റെ തീരുമാനം തന്നെയായിട്ടാണ് ഈ ഒരു എനർജിയെ കാണിച്ചിരിക്കുന്നത്. കാരണം യൂണിവേഴ്സിന്റെ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കണ്ണുനീരിന്റെ വേദന യൂണിവേഴ്സ് ഏറ്റെടുത്തതിന് മൂലം ആ ഒരു പ്രപഞ്ച ശക്തിയിൽ നിന്നുള്ള ഒരു തിരിച്ചടി ഈ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ വളരെയധികം ഒരു സ്മൂത്ത് ആയിട്ടൊക്കെ ഇവർ പോകാം അല്ലെങ്കിൽ വളരെ സക്സസ് ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിലൊക്കെ പോയ ഒരു ബന്ധമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങളെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇവർ തിരഞ്ഞെടുത്ത ആ ഒരു വഴി അവർക്ക് തന്നെ വിനയായി മാറിയിരിക്കുന്ന സമയമാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്ന എനർജി പോലും ബേർഡൻ ആണ്.
തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വളരെ സക്സസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ വളരെ സ്മൂത്ത് ആയിട്ട് സക്സസ് ആയിട്ട് അവർ കൊണ്ടുപോകുന്ന ഒരു കോൺഫിഡൻസിൽ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഭാരം ചുമക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് മാറണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കംപ്ലീഷനും കോംപ്രമൈസ് ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് ഇവർ ഒറ്റയടിക്ക് അവിടെ നിന്ന് മാറുക എന്നുള്ള രീതി മാത്രമല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അവരങ്ങനെ ട്രൈ ചെയ്യാൻ കാരണം ഒരു പക്ഷേ അവർക്ക് നിങ്ങൾ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇവരിവിടെ മറ്റൊരു മുഖം അണിഞ്ഞാണ് മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലാണെന്നുണ്ടെങ്കിലും അവർ തോറ്റുപോയി എന്നുള്ള രീതിക്ക് കാണിച്ചു തരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് പുറമേ കാണിക്കുന്നതായിരിക്കും. പക്ഷെ അകമേ അങ്ങനെയല്ല. അകം ഇവിടെ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവിടെ തേർഡ് പാർട്ടി ബന്ധത്തിൽ വലിയ രീതിക്ക് ഒരു വിള്ളലുകൾ വീണ് തുടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിള്ളലുകൾ വീണ് നിൽക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി അവിടെ മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് കാര്യമായ രീതിയിലുള്ള ഒരു ഗ്രോത്ത് അവിടെ ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ അവര് മാത്രമാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ബന്ധത്തിനെ നല്ല രീതിക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടോ അത് നിങ്ങളുടെ വ്യക്തിയിലൂടെ മറ്റൊരു സ്ഥലത്ത് യൂണിവേഴ്സ് പ്രവർത്തിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ അവർ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ കഷ്ടപ്പെടുമ്പോഴേക്കും അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവരെന്താണ് നിങ്ങളോട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഗൈഡൻസ് ആണ് വന്നിരിക്കുന്നത്. അവർക്ക് തിരിച്ചറിവുകൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്കിൽ തന്നെ കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ അത്രത്തോളം നിങ്ങളുടെ വ്യക്തി അവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും അവർക്ക് അല്ലെങ്കിൽ കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ ഇവരുടേതായ ഒരു കാര്യങ്ങള് വ്യക്തമായ കാഴ്ചപ്പാടുകള് അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾക്കും അവരുടെ ആ ചിന്താഗതികൾക്കും അവരുടെ വാക്കുകൾക്കും ഒന്നും ഒരു വാല്യൂ ഇല്ലാത്ത സ്ഥലത്താണ് അവർ പോയി നിൽക്കുന്നത്. എന്നിട്ട് പോലും അവരുടെ കോംപ്രമൈസിന് ശ്രമിക്കുമ്പോഴും അവർക്ക് ആ ഒരു കാര്യമായ പ്രതിഫലം അല്ലെങ്കിൽ ആ ഒരു അവരെടുക്കുന്ന അത്ര എഫേർട്ടിന് ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അവർക്കൊരു വാല്യൂ നൽകാത്ത ബന്ധമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. അവരൊരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ റീബർത്ത് ആണ്. സ്വന്തം ലൈഫിൽ ഒരു റീബർത്ത് എന്നതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരു റീബർത്ത് കൊണ്ടുവരിക. അപ്പൊ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് അന്വേഷിക്കാൻ അവർ തയ്യാറെടുക്കുന്നുണ്ട്. ടേണിംഗ് ഇൻ ആണ് വന്നിരിക്കുന്നത്. എല്ലാ രീതിക്കും ഒരു മാറ്റം, ഒരു ചേഞ്ച് ആഗ്രഹിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് അവർ. അവരുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവർ ഒരുപാട് എഫേർട്ട് എടുത്ത് ഇവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവരെക്കാൾ കൂടുതൽ ഈഗോ ഉള്ള വ്യക്തികളായിരിക്കും. തേർഡ് പാർട്ടി പറയുന്ന അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ എന്നുള്ള അങ്ങനത്തെ ഒക്കെ ഒരു ചിന്താഗതിയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തന്നെ രണ്ടുപേരും ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈഗോ ഉണ്ട്, ഇവർക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായ അതിനേക്കാൾ വലിയ ഈഗോ ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ ചേരുമ്പോൾ ആദ്യ സമയമൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോയാലും മുന്നോട്ടേക്ക് പോകവേ അവിടെ സ്വരച്ചേർച്ചാക്കുറവ്, അതുപോലെ തന്നെ വിള്ളലുകൾ വീഴുന്നു, ഈഗോ രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഹേർട്ട് ആകുന്നു. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തില് നിങ്ങളുടെ പേഴ്സൺ അവിടെ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടും അവർക്ക് കാര്യമായ ഗുണമൊന്നുമില്ല. ഇവർ എഫേർട്ട് എടുക്കാൻ കാരണം ഒന്നെന്ന് പറയുന്നത് ഇവർക്ക് ആ ഒരു പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായ ഒരു കുറ്റബോധം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ കുറ്റബോധമുണ്ട്, അതോടൊപ്പം അവർക്ക് ഭയങ്കരമായൊരു നാണക്കേട് എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു രീതിയിലൊക്കെ ചിന്തകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ മാക്സിമം എങ്ങനെയെങ്കിലൊക്കെ അവിടെ കൊണ്ടുപോകാൻ പറ്റുമോ ആ ഒരു ബന്ധത്തെ എന്നുള്ള രീതിക്ക് ശ്രമിക്കുന്നത്. പക്ഷെ ഇവർ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും സ്ലോയിങ് ഡൗൺ ആണ്. വളരെ സ്ലോ ആയിട്ട് അരിച്ചരിച്ച് നീങ്ങുന്ന ഒരു അവസ്ഥയാണ്. മാത്രമല്ല നിരന്തരമായിട്ട് ഇവർക്കിടയിൽ ഇവിടെ നമുക്ക് രണ്ടാണെന്നുണ്ടെങ്കിലും എനർജി റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന അവസ്ഥയാണ്. പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും അവിടെ ഭയങ്കരമായിട്ട് നടക്കുന്നതായിട്ട് കാണാം. ഒരു കമ്പാരിസൺ ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേരിൽ തേർഡ് പാർട്ടി ഇവരെ കുത്തി നോവിക്കുക, അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ തേർഡ് പാർട്ടിയേക്കാൾ നല്ലത് നിങ്ങളായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ലേസിനെസ് ആ വന്നിരിക്കുന്നത്. അവർക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അവർ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ ഈ ഒരു സിറ്റുവേഷനെ ഒന്ന് പൊട്ടിച്ചെറിഞ്ഞ് മാറിപ്പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ് അവരായിട്ട് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഗൈഡൻസ് അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അവരെല്ലാ രീതിയിലും യൂണിവേഴ്സിന്റെ മുന്നിലേക്ക് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ഇവരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവരെല്ലാ കാര്യവും ഭയങ്കരമായിട്ട് അടുക്കും ചിട്ടയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ എടുത്തുചാട്ടത്തിലൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു വ്യക്തി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്, നിശബ്ദമായിരിക്കുന്നു. കാരണം അവരുടെ എനർജി ഒക്കെ പൂർണ്ണമായിട്ടും ഡ്രെയിൻ ഔട്ട് ആയി പോയി തീർന്നു. അല്ലെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ
പഠിച്ചു കഴിഞ്ഞു. അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അവർ ചെയ്തതിന്റെയാണ് ഒരുപക്ഷേ അവരിപ്പോ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ let it go തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പോസിബിലിറ്റി അവരായിട്ട് തന്നെ തിരയുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നടത്തുന്നത്. അവിടെ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാന്നുള്ളത് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നൊരു ആഗ്രഹം മനസ്സിൽ ഒരുപാട് തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ഏത് രീതിയിൽ വേണം എന്നുള്ളത് അവർക്ക് അറിയില്ല. ഒരുപക്ഷേ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാന്ന് തീരുമാനിച്ചാലും നിങ്ങൾ അവരെ സ്വീകരിക്കണം എന്നില്ല. കാരണം നിങ്ങൾക്കാണ് അറിയാവുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ അല്ലെങ്കിൽ ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തതിലൂടെ എത്രത്തോളം പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. അത് ഇവർക്കും വ്യക്തമായിട്ട് അറിയാം ഇവർ എത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ പെട്ടെന്നൊരു തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇവരുണ്ടോ കാര്യങ്ങളൊക്കെ ഇവർ അന്വേഷിക്കുന്നുണ്ട്. തിരിച്ചുവരവിന് അവർ ഒരുങ്ങുന്ന സമയത്ത് നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ എങ്കിലും നിങ്ങൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്നു. ഹൃദയം കൊണ്ട് നിങ്ങളെ തൊട്ടറിയുന്ന ഒരു നിമിഷത്തിൽ തന്നെയാണ്. അപ്പൊ വളരെയധികം നോവുന്ന മനസ്സോടുകൂടി തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് നമുക്കിവിടെ കാണുന്നത്. അവരുടെ ഇന്നർ വോയിസ് അവരോട് തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ നടത്താം എന്നുള്ള രീതിക്കാണ്. ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ട്രാൻസ്ഫർമേഷൻ മാത്രമല്ല അവരുടെ പ്രശ്നം കൊണ്ടിട്ട് ആണല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ഇവർ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പൊ അവരുടെ ക്യാരക്ടറിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ, അതായത് തോന്നുമ്പോ മാറിപ്പോവുക, അല്ലെങ്കിൽ എല്ലാത്തിലേക്കും ഭയങ്കരമായ ഒരു അഡിക്ഷൻ വരിക, അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു മോശപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തീരുമാനം എടുക്കുന്നതിൽ ഒരു നിലപാടില്ലായ്മ. അപ്പൊ അങ്ങനത്തെ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാനായിട്ട് ഇവർ ഒരുപാട് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കാനായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ട്രസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നീതിപൂർവം പ്രവർത്തിക്കാതിരുന്നതിനെ തുടർന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിന്റെ തന്നെയാണ് അവർ ഈ അനുഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന മൈൻഡ് ആണ് കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ടൊരു സ്ട്രെസ്ഫുൾ മൊമെന്റിൽ നിൽക്കുന്നതായിട്ട് കാണാം. ഓവർ തിങ്കിങ്, നെഗറ്റിവിറ്റീസ്, ഇത് മാത്രമാണ് മൈൻഡ് ഫുൾ ആയിട്ട് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും മാറണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. കാരണം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവരെ ഭരിക്കുന്ന രീതിയിലുള്ള വ്യക്തികളായിട്ടാണ് ഈ ഒരു സ്പ്രെഡിൽ കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവരാണ് നിങ്ങളെ എല്ലാ രീതിക്കും ഭരിച്ചുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ, ഭരിക്കുക എന്ന് പറയുമ്പോൾ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവർക്ക് കുറച്ച് ധാർഷ്ട്യവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കാൾ കൂടുതൽ ഇവരുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നിരുന്നതും. പക്ഷെ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി ആയിരിക്കാം ചിലപ്പോൾ അതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവുക. കാരണം അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിലേക്ക് ആത്മാർത്ഥമായ ഒരു സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ട്. പക്ഷെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഇവരെക്കാൾ കൂടുതൽ മുകളിലായിട്ട് ആ ഒരു എന്താ പറയാ ഭരിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ഇവര് പറയുന്നത് മാത്രമല്ല അവിടെ നടക്കുന്നത്. അവര് പറയുന്നത് ഇവര് കേൾക്കണം. അപ്പൊ അതിന് ഇവര് പൂർണ്ണമായിട്ടൊന്നും തയ്യാറാകുന്നില്ല. ഒരുപാട് adjust ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ആ ഒരു ഭാരം അവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് adjust ചെയ്യാൻ ശ്രമിക്കുന്നു. completion എന്നൊക്കെ പറയുമ്പോൾ അവര് കൂടുതലായിട്ട് effort എടുക്കുന്നു. പക്ഷെ ഒരു ഗുണം ഉണ്ടാവുന്നില്ല. effort എടുത്ത് ഒന്ന് silent ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം smooth ആയിട്ട് വരും. വീണ്ടും അവിടെ പ്രശ്നങ്ങൾ വരും. അപ്പൊ അങ്ങനെ repeat ചെയ്ത് അവിടെ ഇപ്പൊ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു third party യുമായിട്ടുള്ള ബന്ധത്തില് നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ വിള്ളലുകൾ വീണുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർക്ക് തന്നെ അവിടെ മടുത്തു. കാരണം അവർക്കൊരു ഭാരം ചുമക്കുന്നത് പോലെയാണ് ഇപ്പൊ ഈ ഒരു third party situation ആയിട്ടുള്ള ബന്ധത്തെ അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അവര് വളരെ മടിയോടുകൂടി തന്നെയാണ് ആ ഒരു laziness എന്ന് പറയുമ്പോൾ വളരെ മടിയോടുകൂടി തന്നെയാണ് ഇപ്പൊ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് മാറണം, ട്രാൻസ്ഫർമേഷൻ, letting go ഒക്കെയാണ് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് ചേഞ്ച് ചെയ്ത് പോകണം എന്നുള്ള ചിന്തകൾ. അപ്പൊ ആ ഒരു സാഹചര്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എടുക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വളരെയധികം സക്സസ് ആയിട്ട് പോകുന്ന ഒരു ബന്ധത്തെ അല്ല, വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ബന്ധത്തെയാണ്. ഒരു ഇഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ഏത് നിമിഷവും പൂർണ്ണമായിട്ടും നിലച്ചു പോകാവുന്ന, ഇപ്പൊ തന്നെ അവിടെ പ്രശ്നങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരിക എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം ചിലവരുടെ കേസിൽ പൂർണ്ണമായിട്ടും stuck ആയി നിന്ന് പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലവരുടെ കേസിൽ അവർ നിങ്ങളെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയായിരിക്കാം. അപ്പൊ ഇവിടെ എന്തായാലും ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഒരു വിള്ളലുകൾ അല്ലെങ്കിൽ
ഭയങ്കരമായ പ്രശ്നങ്ങൾ നടന്നിട്ട് ഒരു സ്വരച്ചേർച്ചയില്ലായ്മയും അതോടൊപ്പം തന്നെ മാനസികപരമായിട്ട് ഭയങ്കരമായ ഒരു അകൽച്ചയും വന്നിരിക്കുന്ന തേർഡ് പാർട്ടി എനർജിയാണ്. തേർഡ് പാർട്ടിക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെന്റിലൂടെ അല്ല പോകുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അവരുടെ മനസ്സിലുള്ള ഒരു ഫീലിങ്സ് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഏത് രീതിയിലാണ് അവരിപ്പോ നിങ്ങളെ മിസ് ചെയ്യുമ്പോൾ അവരുടെ എനർജി ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് കണക്ട് ആകുന്നത് എന്നുള്ളത്. Queen of Wands, King of Wands, Two of Coins, the Empress, Queen of Coins, King of Swords, Emperor, the Star Energy, Queen of Swords, Nine of Swords, Five of Cups, Two of Cups. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 5 ഓഫ് വാണ്ട്സ് ആണ്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്കിവിടെ ക്യൂൻ ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്, എംപ്രസ് വന്നിട്ടുണ്ട്, എംപറർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്കിവിടെ ക്യൂൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഇതെല്ലാം പാർട്ട്ണർഷിപ്പ് എനർജിയാണ്, പെയർ എനർജിയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും പെയർ എനർജിയാണ്, എല്ലാം പെയർ എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ നിങ്ങളുടെ വ്യക്തിയിലും ആഗ്രഹം ഉണർന്നു തുടങ്ങിയിരിക്കുന്ന സമയമാണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലെ ഒരു റീകൺസിലേഷൻ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഒരു റിഫ്ലക്ഷൻ പോലെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളിലൂടെ യൂണിവേഴ്സിന്റെ ഇടപെടലുകളിലൂടെ നിങ്ങളുടെ വ്യക്തിയിലേക്കും അതേ ആഗ്രഹം വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ രണ്ടുപേരും ഒരേപോലെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവരിപ്പോ കംപ്ലീറ്റ്ലി ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അവര് സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു സ്നേഹത്തെ അല്ലെങ്കിൽ ആ ഒരു മനസ്സിനെ ഓർത്ത് സ്വയം വേദനിക്കുകയാണ്. അപ്പൊ നോവുന്ന വേദനയോടുകൂടി അല്ലെങ്കിൽ നോവുന്ന മനസ്സോടുകൂടി നിങ്ങളെ കുറിച്ച് ഓർക്കുന്നവരാണ്. കുറ്റബോധം ഇവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ നഷ്ടബോധം, സ്വയമേ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ എന്നൊരു ചിന്ത. നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഒരുപാട് വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ പേരിൽ. നിങ്ങൾ ഒരുപാട് വേദനയോടുകൂടിയൊക്കെ അവരോട് വഴക്കിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അന്നൊന്നും അവര് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് കാണാനുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പോ ആ ഒരു അർഹതപ്പെട്ട സ്നേഹം അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ അവകാശി, അവരുടെ സ്നേഹത്തിന്റെ യഥാർത്ഥ അവകാശി അത് നിങ്ങളാണ് എന്നുള്ളൊരു തിരിച്ചറിവ്, അത് തന്നെയാണ് ഈ ഒരു പേഴ്സണിൽ വന്നിരിക്കുന്നത്. ഒരുപാട് സ്വയം വേദനിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും വേദനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ നിൽക്കുന്ന സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹാപ്പിനെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതും ഇല്ല ഇതും ഇല്ല. ഇതുവരെ അവരൊരു നിലപാടില്ലാതെ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി നിന്ന വ്യക്തികളാണ്. അതും വേണം ഇതും വേണം എന്നുള്ള രീതിക്ക് നിന്നു. പക്ഷെ നിങ്ങൾ ഇത് അറിഞ്ഞതിനെ തുടർന്ന് നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടായിരിക്കാം. അവരായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ മാറ്റിയിട്ട് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ ആയിരിക്കാം റിലേഷൻഷിപ്പിൽ നിന്ന് ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നപ്പോൾ മാറി നിൽക്കുന്നത്. ഇവർ നിങ്ങളെ ബ്ലെയിം ചെയ്യാനൊക്കെ നോക്കിയിട്ടും നിങ്ങൾ അതിലൊന്നും മനസ്സ് കൊടുക്കാതെ മാറി നിന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സ്റ്റേജ് ആണ്. ഒരുപാട് വേദനിക്കുന്നുണ്ട്, നോവുന്നുണ്ട്, എങ്ങനെയെങ്കിലൊക്കെ ഒരു മാറ്റങ്ങൾ വേണം എന്നുള്ള ചിന്തയിലാണ്. അപ്പൊ സ്വന്തം intuition അനുസരിച്ച് അല്ലെങ്കിൽ സ്വന്തം മനസാക്ഷി അനുസരിച്ച് മാത്രമേ ഇനിയെങ്കിലും പ്രവർത്തിക്കാവൂ എന്നൊരു ചിന്തയാണ് ഇവരിൽ വന്നിരിക്കുന്നത്. ഇവർ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുള്ള ചിന്ത കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം സത്യസന്ധമായ രീതിയിൽ തന്നെ നിങ്ങളോട് പ്രവർത്തിക്കണം. അതിനുവേണ്ടി അവർ ഈ ഒരു യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയോട് അവരിപ്പോ അഭയം പ്രാപിച്ചിരിക്കുന്ന സമയമാണ്. ഒരുപാട് അവർ നിങ്ങളുടെ അവരുടെ ലൈഫിലേക്ക് തിരികെ വേണം എന്നുള്ള രീതിക്ക് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു യൂണിവേഴ്സൽ പവറിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുക. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ നിൽക്കുന്നത്. കാര്യം അവർ നോക്കുമ്പോൾ പോസിബിലിറ്റി കാര്യങ്ങളൊന്നും അവർക്ക് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും.
ചിലപ്പോൾ ചിലവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഇതുവരെ മനസ്സോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടല്ലാതെ ഇങ്ങനെ stuck ആയി നിൽക്കുകയായിരിക്കും. കാരണം നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന പെയിൻ നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ stuck ആയി ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന സ്റ്റേജ് ആയിരിക്കാം. പക്ഷെ എങ്കിലും അവരുടെ പ്രതീക്ഷ പൂർണ്ണമായും വിട്ടുപോയിട്ടില്ല. അവർ വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ ബന്ധത്തെ നോക്കി കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഘടനയൊക്കെ വീണ്ടെടുക്കണം, ഒരു സ്ട്രക്ചർ കൊണ്ടുവരണം നിങ്ങളുടെ ബന്ധത്തിൽ. സ്ട്രക്ചർ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും നൽകാതെ മാറി നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് തടസ്സങ്ങൾ ഇനി വരികയാണെന്നുണ്ടെങ്കിലും നീതിപൂർവം തന്നെ താൻ അതിനെ നേരിടും. താൻ തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് എടുക്കാൻ തയ്യാറാകും. കാരണം യാതൊരുവിധ ഗുണവുമില്ലാത്ത ഒരു സ്ഥലത്ത് എഫേർട്ട് എടുക്കേണ്ടി വന്നത്. ആ ഒരു എഫേർട്ട് എടുക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിക്ക് റിലേഷൻഷിപ്പ് എത്തുമായിരുന്നു എന്നുള്ള ചിന്ത, അതാണ് ഇവരെ ഏറ്റവും കൂടുതൽ നോവിക്കുന്നത്. അപ്പൊ തെറ്റായ തീരുമാനം എടുത്തതിൽ സ്വയമേ വേദനിക്കാനായിട്ട് ഇവർ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് സത്യസന്ധമായ രീതിയിൽ നിങ്ങളിലേക്ക് പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നതിന് Two of Cups ന്റെ energy ആണ്. അവരുടെ ഹൃദയത്തിൽ ആ ഒരു സ്നേഹം അത് എല്ലാ രീതിക്കും നിങ്ങളിലേക്ക് നൽകാനായിട്ട് അവരുടെ ഹൃദയം തുറന്നിട്ടിരിക്കുന്ന സമയമാണ്. അവർ ഹൃദയം കൊണ്ട് നിങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ അവർ ഇതുവരെ നിങ്ങളെ മാറ്റി നിർത്തിയതിൽ ആ ഒരു കുറ്റബോധവും നീറുന്ന മനസ്സും കൊണ്ടിട്ട് എല്ലാ രീതിക്കും നിങ്ങളുടെ ആ ഒരു energy അവർ accept ചെയ്യാൻ തയ്യാറാണ്. അവരുടെ ലൈഫിൽ വളരെയധികം priority ഉള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ person അവഗണിച്ച് മാറ്റി നിർത്തിയത് അതേ സ്ഥലത്ത് തന്നെ ഇവരായിട്ട് തന്നെ നിങ്ങളെ ഇപ്പൊ പരിഗണിച്ച് കൊണ്ടുവന്നിരിക്കുന്ന സമയമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, മിസ് ചെയ്ത് കളഞ്ഞല്ലോ എന്നൊരു ചിന്തയിൽ വേദനിക്കുന്നവരും കൂടിയാണ്. വെറുതെ നിങ്ങൾ ആഗ്രഹിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും വേണം എന്ന് ചിന്തിക്കുന്ന ഒരു energy അല്ല ഇവിടെ കിട്ടുന്നത്. ഒരു കുറ്റബോധത്തെക്കാൾ കൂടുതൽ നഷ്ടബോധമാണ് നിങ്ങളുടെ person ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് mind ഒക്കെ completely ഒരു എന്താ പറയുക energy ഒക്കെ low ആയിട്ട് വളരെ ഒരു depressed stage ൽ നിൽക്കുന്നത്. ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് നയിക്കാനോ ഒന്നും പറ്റുന്നില്ല ഇവർക്ക്. മൊത്തത്തിൽ ഒരു depression stage ലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് depression stage ൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രതയും നിങ്ങളുടെ ആത്മാർത്ഥതയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരുപക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ അത്രയും സ്നേഹം ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, അത്രയും caring നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്നെങ്കിലൊക്കെ നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഒരു value ഇവരൊന്ന് മനസ്സിലാക്കണം എന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ സംഭവിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഈ ഒരു spread ൽ വന്നിരിക്കുന്ന person നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വയമേ ഉരുകിക്കൊണ്ടിരിക്കുന്ന stage ആണ്. സ്വയം തന്നെ ഉരുകി തീർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. സ്വന്തം വ്യക്തിത്വം പോലും കൈവിട്ട് പോവുക എന്ന് പറയുമ്പോഴേക്കും അത് പ്രത്യേകിച്ച് നിങ്ങളുടെ person കുറച്ചൊരു ധാർഷ്ട്യവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. അവർക്ക് എല്ലാം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. അപ്പൊ ആ ഒരു രീതിയിലൂടെയാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഒരു reading ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു reading നിങ്ങൾക്ക് എത്ര പേർക്കാണ് resonate ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ ഒന്ന് comment ചെയ്യണം. അതുപോലെ ഈ ഒരു energy നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് attract ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിലും positive ആയിട്ട് തന്നെ ആ ഒരു strong bonding നായിട്ട് നിങ്ങൾക്ക് ഈ ഒരു energy നിങ്ങളുടെ ലൈഫിലേക്ക് claim ചെയ്യാവുന്നതാണ്. അതുപോലെ third party removal നായിട്ട് നിങ്ങൾക്ക് claim ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് reading ഉമായിട്ട് connect ചെയ്യുന്ന കുറച്ച് clues കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ relationship ആയിട്ടും നിങ്ങളുടെ person ആയിട്ടും ഒക്കെ clues കൂടെ എത്രത്തോളം connected ആണെന്നൊന്ന് check ചെയ്തേക്കുക. U എന്നൊരു letter വന്നിട്ടുണ്ട്. 28 Capricorn. P December month. Pisces. 3 എന്നൊരു number. Aries. വയനാട്. പത്തനംതിട്ട. കാസർഗോഡ്. അനിഴം. 38 within 3 months കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ. 7 days കാണിക്കുന്നുണ്ട് ചിലവർക്ക്. ട്രിവാൻഡ്രം. 1993. M എന്നൊരു letter. other countries കാണിക്കുന്നുണ്ട്. ഒക്ടോബർ month. T എന്നൊരു letter. ജനുവരി month. ലിബ്ര. UAE. S എന്നൊരു letter. outside Kerala. 22
ഭരണി എന്നൊരു സ്റ്റാർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് ചിന്തിച്ചിരുന്ന നിങ്ങളുടെ പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോ ആ ഒരു രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് രണ്ട് സ്ഥലത്തും നിൽക്കാൻ പറ്റാത്ത സ്റ്റേജ്, അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ലാതെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ്. ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സ്വയമേ നോവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.